സന്യാസി, മാഫിയ മൊങ്ക്, വിവാദങ്ങളുടെ തോഴൻ, കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തോക്ക് സ്വാമി. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി, സ്വാമി ഭദ്രാനന്ദ്. സ്വാഗതം സ്വാമി. 2008 മെയ് 17, ആമേ കറക്റ്റ് ഓർ നോട്ട്, അന്നാണ് അങ്ങേക്ക് ഒരു പേര് ചാർത്തി കിട്ടിയത്, തോക്ക് സ്വാമി. അതായത് ആലുവ പോലീസ് സ്റ്റേഷനിൽ പൊട്ടിയ വെടിയാണ് അങ്ങേ കേരളത്തിലുടനീളം അങ്ങനെ ഒരു പേരിൽ അങ്ങനെ ഒരു വിവാദ നായകനാകാനുള്ള സാഹചര്യം ഒരുക്കിയത്. സന്യാസിക്ക് എന്തിനാണ് യഥാർത്ഥത്തിൽ തോക്ക്? അങ്ങനെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സന്യാസിക്ക് തോക്കിൻ്റെ ആവശ്യമുണ്ടോ? സ്വാഭാവികമായി ചോദിക്കാറുണ്ട്. സന്യാസി എന്ന് പറയുന്ന ഒരു കാട്ടിലോ മലയിലോ ചെന്നിരുന്ന് ജപിച്ച് അല്ലെങ്കിൽ രാമനാമം ജപിച്ചിരിക്കുന്ന ഒരു സന്യാസിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സന്യാസിക്ക് പല തലങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന 100 വർഷം മുമ്പുള്ള ഒരു സന്യാസികളുടെ രീതി എടുത്താലും അതിനുശേഷം ഇപ്പം യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം എന്തിന് ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പതഞ്ജലി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സന്യാസിയാണ്. ഇവിടുത്തെ വലിയ വലിയ മൾട്ടിനാഷണൽ ബാബ രാംദേവ് വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ ഇടയിൽ മത്സരിച്ച് ഹോർലിക്സും ബോൺമിറ്റിക്കൊക്കെ എതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം പല സന്യാസിമാരുടെ അടുത്ത് സദ്ഗുരു എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ശ്രീ രവിശങ്കർ എടുക്കാം. അവരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തിനാണ് പണം ബിസിനസ് എന്ന് ചോദിക്കുന്നത്? ഇതൊരു ആയുധമാണ്. ആ ആയുധം എന്തിനാണ്? അത് ഇപ്പോൾ അങ്ങ് പറയുന്നു ധർമ്മ സംസ്ഥാപനത്തിനാണെന്ന് പറഞ്ഞു. ശരി, അതിനാണോ? എന്തിനാണ് ആയുധം? എന്തിനാണ് ആയുധം എന്ന് പറഞ്ഞാൽ ആളുകളെ ആക്രമിക്കാനാണെന്നാണല്ലോ പൊതുവെ ഒരു വെപ്പ്. എന്തിനാണ് ആയുധം? എന്തിനാണ് ഈ പോലീസും പട്ടാളവും എല്ലാം ആയുധം കൈവയ്ക്കുന്നത്? ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ടെററിസ്റ്റിൻ്റെ കയ്യിലൊരു ആയുധം ഇരുന്നാൽ അവൻ ആക്രമിക്കാൻ, അതും ലൈസൻസ് ഇല്ലാത്ത സാധനം. എൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പണെല്ലാം ലൈസൻസ് ഉള്ളതാണ്. പിന്നെ ഞാനത് എന്തിനു കരുതുന്നു എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തന മേഖലകൾ അതാണ്. ഞാൻ ഡ്രഗ് മാഫിയയ്ക്കും ടെററിസത്തിനും എതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. സെൽഫ് ഡിഫെൻസ് ആണോ? എനിക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ഉള്ളവർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്ക് അതിൻ്റെ ഒരു സെക്യൂരിറ്റി മെഷർ എന്ന് പറയുന്നത് ഞാൻ നോക്കണം. ഇപ്പം പരമശിവൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ, പഴംപൊരിയാണോ? കാളിയുടെ കയ്യിലിരിക്കുന്ന വാളാണ്. പരമശിവൻ്റെ കയ്യിലിരിക്കുന്നത് തൃശ്ശൂലമാണ്. ശ്രീരാമൻ അമ്പുമില്ലും വെച്ചിട്ടുണ്ട്, അയ്യപ്പൻ്റെ കയ്യിൽ അമ്പുമില്ലും വെച്ചിട്ടുണ്ട്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഡോണറ്റല്ല അല്ലെങ്കിൽ ഉഴുന്നുകൂടെ വെച്ചല്ല കയ്യിൽ വെച്ച് കറക്കിക്കൊണ്ടിരുന്നത്, സുദർശന ചക്രമാണ്. ഈ കേരളമെന്ന് പറയുന്ന ഈ നാട് പോലും ഒരായുധം എടുത്തെറിഞ്ഞ് പരശുരാമൻ സൃഷ്ടിച്ചതാണെന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പം ഈ ആരാധിക്കപ്പെട്ട അവതാരങ്ങളുടെ കയ്യിലെല്ലാം ആയുധം തന്നെയുള്ളത്. ആയുധം ഉപയോഗിക്കാനും അറിയണം. അത് എന്തിനു വേണ്ടി? അത് നമ്മുടെ കയ്യിൽ, എൻ്റെ ദുർഗ അമ്മയാണ് എനിക്ക് ആയുധം തന്നത്. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ, അല്ലാതെ വെറുതെ. ആലുവയിൽ ഒരു തവണ പൊട്ടിച്ചു, ഇനി പൊട്ടിക്കോ? അത് നമ്മൾ പർപ്പസ്ലി പൊട്ടിച്ചതല്ലല്ലോ. അങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് ആക്രമിക്കാൻ വന്ന സമയത്ത് അതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഇതിൽ അവിടെ ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അതെല്ലാം കോടതി അത് കൃത്യമായിട്ട് അത് വിലയിരുത്തിയ കേസുമാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഈ കേസ് തീർന്നു, ആ കേസൊക്കെ തീർന്നു. പക്ഷേ കേസ് തീർന്നെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ അന്ന് ചില മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ച ഒരിത്, പലതരത്തിലുള്ള ഇമേജാണ് എനിക്ക് ഉണ്ടാക്കി വെച്ചത്. ഞാനൊരു അധോലോകക്കാരനാണ്, അതുപോലെ ഇവിടുത്തെ മറ്റുള്ള പല മോശമായ കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്. ഒരു തോക്ക് കയ്യിലുള്ളതിൻ്റെ പേരിൽ എന്നെ ഇനി ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നെഗറ്റീവായിട്ട് ബ്രാൻഡ് ചെയ്തിരുന്നു. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അല്ല, ഈ അധോലോകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും അധോലോകമാണ്. കാരണം അങ്ങയെക്കുറിച്ച് വരുന്ന ദുർഗ്രഹമായ എന്ന് വെച്ചാൽ കൃത്യമായ വിവരമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഉന്നതമായ ഒരു മിസ്റ്ററി ഉണ്ട്. ഉന്നതമായ ബന്ധങ്ങൾ, ബാംഗ്ലൂരിലെ ആവേശത്തിലെ രംഗണ്ണനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജസ്. അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും താങ്കൾ ഒരു മാഫിയ മൊങ്കാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അധോലോകത്തിൻ്റെ തലവനാണോ? അങ്ങനെ ഒരു ആളാണോ താങ്കൾക്ക്? ലോകം 3-4 തരത്തിൽ പല ലോകങ്ങൾ. ഇപ്പം യമലോകം, പാതാള ലോകം, സ്വർഗലോകം, ഭൂലോകം, ജലലോകം. ജലലോകത്തിലൂടെ പിതൃക്കൾ ജീവിക്കുന്നു, സ്വർഗലോകത്ത് ദേവതകൾ ജീവിക്കുന്നു, ഭൂലോകത്ത് മനുഷ്യർ ജീവിക്കുന്നു, പാതാള ലോകത്ത് പാവപ്പെട്ട ചില ആൾക്കാരൊക്കെ ജീവിക്കുന്നു. ആ പാവപ്പെട്ട ആൾക്കാരാണല്ലോ ഈ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളാണ് ശക്തി എന്ന് പറയുന്നത്. കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത് തൊടുമ്പോൾ അത് ഫീൽ ചെയ്യും. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ഒരു അണ്ടർ കറണ്ടാണ്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന, ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ആകെ 50 പേരാണ്. 50 പേരെ പറ്റി എത്ര പേർക്ക് ഇവിടെ അറിയും? അതിൽ പല ആൾക്കാരും ബിസിനസ് മേഖലകളിലും പല ഇതിലുണ്ട്. അപ്പോൾ കാണാത്തതിനെ ആൾക്കാർ അധോ ലോകം എന്ന് പറയും. അങ്ങനെ ഒരു ഓളിഗാർക്കിയുടെ ഭാഗമാണ്, അപ്പോൾ നിഷേധിക്കുന്നില്ല. അല്ല, ഇപ്പം നമുക്ക് ഈ അധോ ലോകത്തിന് വളരെ, ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ഈ രാജരാജേശ്വരി അധോ ലോകം എന്നൊക്കെ പറഞ്ഞ് ചില ഊച്ചാളി ഗുണ്ടകളൊക്കെ കാട്ടി, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അത് വേറൊരു ഇമേജാണ്. എല്ലാത്തിനും ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മൾ കാണാത്ത കാര്യങ്ങൾ, ഇപ്പോൾ കാണാത്തൊരു മിസ്റ്റീരിയസ്
ഓഫ് കോഴ്സ് എനിക്കൊരു മിസ്റ്റിക് മാങ്ക് എന്നുള്ള ഒരു പേര് വരാറെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് കൂടുതൽ കീനായിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷേ ഇതെല്ലാം ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും മാത്രമുള്ള ഒരു ജീവിതമേ ഞാൻ നയിക്കാറുള്ളൂ. നിയമത്തിന് വിരുദ്ധമായി പോകുന്നവരെ ആ രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ധർമ്മമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് പോലും വേദങ്ങളിൽ നിന്നാണ്. സോ നമ്മളെല്ലാം അതിനെ റെസ്പെക്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഇമേജ് തെറ്റാണെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇങ്ങനെയുള്ള പല മാഫിയ ഗ്രൂപ്പുകളുടെ അത്തരം ഇമേജുകൾ വരുമ്പോൾ, അത് ലീക്ക് ചെയ്യപ്പെടുമ്പോൾ അതിലെവിടെയൊക്കെയോ താങ്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതെന്താണ് അതിൻ്റെ പിന്നിലെ റീസൺ? ഏത് ക്രിമിനലാണെന്ന് പറഞ്ഞാലും ഏത് ക്രിമിനൽ അല്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശ്വര എന്ന് വിളിക്കാറുണ്ടല്ലേ. അങ്ങനെ പലവരും സ്വാമി എന്നും വിളിക്കാറുണ്ട്. പലവർക്കും പല ആവശ്യങ്ങളുണ്ട്. ഇവരെല്ലാവർക്കും ഓരോ സൂക്ഷ്മ ശരീരത്തിൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. നമ്മളിപ്പം ഞാനൊരു ഒരു മനുഷ്യൻ്റെ സ്പിരിച്വൽ സൈഡ് ഹീൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എൻ്റെ ജോലി അതാണ്. ഈ ക്രിമിനൽ ഷെയ്ഡുള്ള ആളുകളും സ്വാമി എന്ന് പറഞ്ഞ് വിളിക്കുകയും വരികയും ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഉണ്ട് എന്നാണോ അതിൻ്റെ അർത്ഥം? എനിക്ക് അവരെ ക്രിമിനലായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ മുന്നിൽ, ഒരു ഡോക്ടറുടെ മുന്നിൽ ഒരു ക്രൈം ചെയ്ത ആൾ വന്നാലും അവനുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ള അവരുടെ ധാർമ്മികമായ കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ രോഗങ്ങൾ, ഇപ്പം ജയിൽ പോലും ഈ ക്രൈം എന്ന് പറയുന്ന ഒരു രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സാലയമാണ്. അതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ അധോലോകമെന്നൊക്കെ നിങ്ങളിന്ന് വിശേഷിപ്പിക്കുന്ന ഇതൊന്നും 2008 തോക്ക് പൊട്ടുന്നവരെ എനിക്കിങ്ങനെ ആരെയും പരിചയമില്ലായിരുന്നു. പക്ഷേ ജയിലിലേക്ക് ഞാൻ എന്ന് കയറിയോ അന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ 4 വട്ടം ഇവിടുത്തെ, പിന്നെ വീണ്ടും കയറി, പലതവണ കയറി അല്ലേ? ഇവിടുത്തെ അത് 35 ദിവസം മറ്റോ, 31 ദിവസം. ഈ ജയിലിൽ കിടന്നതൊന്നും ഇവിടെ പിടിച്ചു പറിക്കാനോ ബലാത്സംഗമോ അല്ലെങ്കിൽ ഈ പ്രകൃതി വിരുദ്ധ പീഡനമോ അല്ലെങ്കിൽ മറ്റേ റോബറിയോ രാജ്യദ്രോഹമോ ചെയ്തിട്ടല്ല. ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ തോക്ക് കേസ് മാത്രമല്ല, വിദ്വേഷ പോസ്റ്റ് ഇട്ടതിന് താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാനെന്ന് പറഞ്ഞത് ഇവിടുത്തെ തീവ്രവാദത്തിനും ഇവിടുത്തെ IS-ന്റെ പ്രവർത്തനത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. എൻ്റെ മെസ്സേജ് രാജ്നാഥ് സിംഗിന് വരെ ആ ടൈമിൽ അന്ന് അദ്ദേഹമായിരുന്നു ഹോം മിനിസ്റ്റർ. അവർക്കെതിരെ ഞാൻ സംസാരിച്ചതാണ്. ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഞാൻ സംസാരിച്ചതാണ്. ഈ രണ്ടിതിൻ്റെയും പേരിലാണ് എന്നെ പിടിച്ച് 59. ഇത് പറയുന്നതുകൊണ്ട് മാത്രമാണ് താങ്കൾ അന്ന് ഈ മതസ്പർദ്ധ എന്ന് പറഞ്ഞത് ഈ കച്ചവടം നടത്തിയ ഗ്രൂപ്പ് ആരാണെന്നുള്ള പേര് വിവരങ്ങൾ ഞാൻ പറഞ്ഞു. അവരുടെ ഇത് വേറൊരു മതത്തിൻ്റെ ആളാകുമ്പോൾ അതിനെ മതസ്പർദ്ധ എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചു. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിൻ്റെ പേരിലാണോ ഇവിടെ നിന്ന് ഞാൻ തിരിച്ച് കർണാടകയിലേക്ക് പോകുന്നത്, ഇവിടെ നിങ്ങൾ മൗനം ഭജിച്ചിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും കരയേണ്ടി വരുമെന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ടേ ഞാൻ പോയുള്ളൂ. ഇന്ന് 70% യൂത്ത് ഡ്രഗിൻ്റെ അടിമയിലാണ്. ഇന്ന് ആർക്കും പിടിക്കാൻ പറ്റാത്തത്. അവസാനം ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് 4ാമത്തെ ദിവസം തൊട്ടാണ് ഇവിടെ ഡ്രഗ് ഹണ്ട് സ്റ്റാർട്ടാവുന്നത്. 8,000 ചില്ലുമൻ ആൾക്കാരെ അഭിമാനികളായ പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്തു. അതിന് ആ അറസ്റ്റിന് ഇവിടെയുള്ള ഒരു വലിയ പ്രമുഖ വ്യവസായിയും അതുപോലെ മുഖ്യമന്ത്രിയും ഇവരെല്ലാവരും ആ ഡ്രഗ് ഹണ്ടിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ആ പ്രമുഖ വ്യവസായി എന്ന് പറഞ്ഞത് ഇവിടുത്തെ മയക്കുമരുന്നിനെ നിർത്തണമെന്ന് ആഗ്രഹിച്ച് ഏറ്റവും വലിയ രീതിയിൽ ധർമ്മത്തിന് വേണ്ടി പോരാടിയ ഗോകുലം ഗോപാലേട്ടനാണ്. അതുപോലെ തന്നെ CM, ഇവിടുത്തെ കുറേ എക്സൈസ് ഉദ്യോഗസ്ഥർ നിഷ്പക്ഷമായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കാരണം കുറേ യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ സേവ് ചെയ്യാനും സാധിച്ചു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ലൈക്ക് എനിത്തിങ്.